ഫ്രണ്ട്സ്, നമ്മുടെ KDISC അതായത് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക. പിന്നെ വിവിധ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, നിൽക്കണം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയുള്ള വിവിധ ജില്ലകളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി 62 വേക്കൻസിയാണ്. മദർ അനിമേറ്റർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ആ ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഡിഗ്രി, അത് മീൻസ് ഏതെങ്കിലും സയൻസ് വിഷയമായിരിക്കണം, ഏതെങ്കിലും വിഷയമല്ല, ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. അതായത് ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എന്താണ് ഡിസിപ്ലിൻ ആണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ സയൻസ് ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 40 വയസ്സിൽ കൂടാൻ പാടില്ല. 1/6/2024 കണക്കാക്കി 40 വയസ്സ് കൂടാൻ പാടില്ല. എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് 12,500 പെർ മന്ത്. നമുക്ക് എന്താണ് മന്ത്ലി കൺസൾട്ടേറ്റഡ് പേയ്മെൻ്റ് ആണ് നമുക്ക് ലഭിക്കുക. അപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം 60.7K ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് എന്താണ് ഒന്നും പാടെ വീണ്ടും ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാവരോടും വളരെ എന്താണ് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ വീഡിയോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത്തരത്തിലുള്ള കണ്ടൻറ്റിനാണ് നമ്മൾ ഇടുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ അയച്ചു കൊടുക്കുക. നമുക്കൊരു 1 lakhിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. അപ്പം പിന്നെ 1 lakhിന് മുകളിൽ നിന്നായ പിന്നെ അങ്ങനെ കയറി പോയിക്കോളും എന്ന് വിചാരിക്കാം. നമുക്കൊരു 1 lakh എത്താനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വീണ്ടും വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാം. ഇത് വന്നിരിക്കുന്നത് ജൂൺ 12 അപ്പോൾ നമ്മുടെ CMD മുഖേനയാണ് ഈ നോട്ടിഫിക്കേഷൻ, അതായത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ കാണാം ഇതിൻ്റെ ഈ KDISCൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഈ പറയുന്ന മഴവില്ല് പ്രോജക്റ്റ്, എന്താണ് മഴവില്ല് പ്രോജക്റ്റ് എന്നാണ്. ആ പ്രോജക്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കരാറേഷനിലാണ് മദർ അനിമേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്യൂമേ CV ഒക്കെ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട മെയിൽ ID ഇതാണ്. ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്യേണ്ട, എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത് നമ്മൾ പ്രത്യേകമായിട്ട് പറയാം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന മെയിൽ ID, KDISC റിക്രൂട്ട്മെൻറ്റ് 2024 @gmail.com. നല്ല നോക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് നിങ്ങൾ ഈ മെയിലിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കാൻ സ്റ്റാർട്ടിങ് മുതൽ ജൂൺ 13 മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 24 വരെ സമയമുള്ളൂ. 24 ഉള്ളിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. മെയിൽ അയച്ചു കൊടുത്താൽ മതി. വേറെ നമ്മളെ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് ചുരുക്കി പറയാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്, അതും കൂടെ പറയൂട്ടോ. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും അവരെന്ത് ചെയ്യാം, സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൽ ID, മുകളിൽ ഞാൻ പറഞ്ഞു മെയിൽ ID പറഞ്ഞു, അത് ഞാൻ ആദ്യം തന്നെ പറയാം. ഇതാണ് ആ മെയിൽ ID കേട്ടോ, KDISC റിക്രൂട്ട്മെൻറ്റ് 2024 എന്നിട്ടും കൂടെ കാണാൻ നിങ്ങൾക്ക് ഈ മെയിൽ IDയിലേക്കാണ് മെയിൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്യൂമ് അല്ലെങ്കിൽ ഒരു CV ആണ്. ആ റെസ്യൂമ് ആണെങ്കിലും CV ആണെങ്കിലും അതിലെന്ത് വേണം, നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് അതിൽ വേണം കേട്ടോ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം അതിൽ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമുക്ക്, CV ആണെങ്കിലും റെസ്യൂമ് ആണെങ്കിലും. അപ്പോൾ CV ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൽ കയറി താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ തമ്പനയിൽ നോക്കിയാൽ മതി. CV ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടിട്ട് CV ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ റെസ്യൂമേ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ ഉള്ള റെസ്യൂമേ അല്ലെങ്കിൽ CV ആണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോ നിങ്ങൾ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇനി അതോടൊപ്പം തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഡിഗ്രി, SLC, അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന CVയും ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മെയിലിൽ അറ്റാച്ച് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ മെയിൽ അറ്റാച്ച് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാടുണ്ട്. നമ്മൾ മെയിലിൽ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിലിൽ. ഓക്കെ, അങ്ങനെയുള്ള മെയിലിൽ ഫ്രം ടു ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്ജക്റ്റ് എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും. ആ സബ്ജക്റ്റിൽ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ട ടോപ്പിക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പിങ്ക് കളറിലൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മദർ അനിമേറ്റേഴ്സ് എന്ന് കൊടുക്കണം. എന്നിട്ട് ഏത് MRS, ഏത് റീജിയണൽ സെൻറ്ററിലേക്കാണ്, അത് ഞാൻ പറയാം കേട്ടോ. അത് ഏതിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വെച്ചാൽ ആ MRS അല്ലെങ്കിൽ അതിൻ്റെ റീജിയണൽ സെൻറ്ററിൻ്റെ പേര് ഇവിടെ കൊടുക്കണം. എന്നിട്ട് എന്താണ് ഒരു ഐഫൺ ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൂടെ എന്ത് ചെയ്യാൻ ഇവിടെ KDISC എന്നും ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം മെയിലിൽ. സബ്ജക്റ്റ് ഇല്ലാതെ മെയിൽ അയക്കരുത്, കാരണം അവർക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് എന്നുള്ള നിങ്ങൾ മെയിൽ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണാം ഫ്രം ടൂം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അവിടെ സബ്ജക്റ്റ് എന്നാണ്, അതിൽ നിങ്ങൾ ഈ ടോപ്പിക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്.
വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്താണ് MRS എന്ന്? അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് 62 വേക്കൻസിയാണുള്ളത്. പക്ഷേ മുകളിൽ ഈ പറഞ്ഞിരിക്കുന്നത് മോഡൽ റെസിഡൻറ്റ് സ്കൂൾ എന്നാണ് ഈ പറയുന്നത് MRS. അതുപോലെ ഇതിൻ്റെ റീജിയണൽ സെൻറ്ററിലേക്കാണ് ഇതിൻ്റെ വേക്കൻസി പോസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിന് ആ സ്ഥാപനത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കാണ് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കുക. ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ലിസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് 2 കിലോമീറ്ററിന് ചുറ്റളവിലുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുൻഗണന കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാക്കി ഇതിൻ്റെ ദൂരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടെ മുൻഗണന എന്ന് പറയുന്നത് പ്രിഫറൻസ് അവർ കൊടുക്കുന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ തിരുവനന്തപുരം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അവിടെയുള്ള സ്ഥാപനങ്ങളാണ് ഡോക്ടർ അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പിന്നെ അതുപോലെ ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ, അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ പറയുന്ന എന്താണ് MRS ആണ്. അപ്പോൾ അവിടേക്കുള്ള വേക്കൻസീസും കാണാം. അപ്പോൾ ഇതിൻ്റെ സമീപത്തൊക്കെ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. അല്ലാത്തവർക്കും 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ പെർഫോമൻസിനൊക്കെ അവർ നോക്കും. ഈ പറയുന്ന അടുത്തുള്ളവർക്ക് എന്താണ് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ ജില്ലേൻ്റെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോ ജില്ലേൻ്റെയും അവിടെയുള്ള സ്ഥാപനത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ സമീപത്ത് 2 കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ നമുക്ക് കുറച്ചും പാട് എന്താണ് ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ള ഇതിൻ്റെ അപ്പുറത്തുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റീജിയണൽ സെൻറ്ററിൽ നമുക്കിവിടെ ഈ പറയുന്ന മഹാരാജാസ് കോളേജസും അതുപോലെ IRTC മുണ്ടൂറാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ സമീപത്ത് ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണെന്ന് നോക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴിക്കോടാണെങ്കിൽ നമുക്ക് GMRS കോഴിക്കോടിൻ്റെ ഈ അടുത്താണ് അതാണ് ഇവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ അതാണ് നിങ്ങളുടെ ഈ പറയുന്ന സബ്ജക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുന്നത്. നെയിം ഓഫ് MRS നിങ്ങൾ ഈ പറയുന്ന എന്താണ് ഏത് സ്ഥാപനത്തിൻ്റെ ആ ഒരു കേന്ദ്രത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അതിൻ്റെ പേര് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ആ പേര് കൊടുക്കേണ്ടത് നിങ്ങൾ MRSൻ്റെ പേര് എന്ന് പറയുന്നത് ഇതാണ് പേര്. അതിലേതെങ്കിലും ഒരു സ്ഥാപനമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ജില്ല വെച്ച് സെലക്ട് ചെയ്തിട്ട് ഓക്കെ. അതിനുശേഷം ഈ റീജിയണൽ സെൻറ്ററിൻ്റെ അവിടേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എറണാകുളം മഹാരാജാസ് അല്ലെങ്കിൽ IRTC അത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ പേരാക്കിയിട്ട് കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ സബ്ജക്റ്റ് നെയിം അവിടെ സബ്ജക്റ്റ് മാറ്റർ നിങ്ങൾ കൊടുത്തിരിക്കണം നിർബന്ധമായിട്ടോ. ഫോട്ടോഗ്രാഫും സെൽഫ് അറ്റസ്റ്റ് കോപ്പീസൊന്നും നിങ്ങൾ അതിൻ്റെ കൂടെ എന്താണ് ഈ പറയുന്നത്, അതായത് നമ്മുടെ CV-യിൽ ഈ പറയുന്ന ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കേണ്ട സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.